ഏഴാം ക്ലാസ്സിന്റെ പുതിയ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ പരിശ്രം. പരിശ്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? കോശിഷ്, മെഹനത്ത്, പരിശ്രമം. അപ്പോൾ ആ യൂണിറ്റിലെ ഗാന്ധിജിക്ക് നമക് കഥ എന്ന കഹാനി, ഉദയൻ വാജ്പേയിയുടെ കഹാനിയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ. നമക്ക് എന്ന് പറഞ്ഞാൽ സാൾട്ടാണെന്ന് അറിയാം നമുക്ക്. ശരി, കഥയിലേക്ക് കടക്കാം. ഏക് രാജാക്കെ തീൻ ബേട്ടിയാൻ ഥി. ഒരു രാജാവിന് 3 കുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികൾ. തും ചാഹോ തോ ഉസ് രാജാക്കി 4 ബേട്ടിയാൻ ഭി ഹോ സക്തി ഹെ ഇസി കഹാനി മേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ആക്കിക്കോ, കുഴപ്പമൊന്നുമില്ല ഈ കഥയിൽ. രാജാനെ ഉൻസെ പൂച്ചാ കി വേ ഉന്നെ കിത്തനാ പ്യാർ കർത്തി ഹെ. രാജാവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട്? പെഹ്ലീനെ കഹാ മേ തുമേ ഉത്തനാ സാരാ പ്യാർ കർത്തി ഹൂം ജിത്തനാ ബഡാ സൂരജ് ഹെ. നിങ്ങളെ സൂര്യൻ എത്ര വലുതാണോ അത്രയും ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് ആദ്യത്തെ മകൾ ഉത്തരം പറഞ്ഞു. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. രാജാവ് സന്തോഷത്തോടെ തലകുലുക്കി. ദൂസരീനെ കഹാ, രണ്ടാമത്തെ ആൾ പറഞ്ഞെന്താ? മേ തുമേ ഉത്തനാ ചാഹത്തി ഹൂ ജിത്തനെ ചാന്ദ് സിതാരെ ആസ്മാൻ മേ ഹെ. ഞാൻ നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നു. ഐ ലൈക്ക് യു. ചാഹത്തി ഹൂ എത്രയാ? ചാന്ദ് സിതാരെ ആസ്മാൻ മേ ഹെ, ആകാശത്തോടെ നക്ഷത്രങ്ങളെയും പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. രാജാനെ ഖുഷി സെ സിർ ഹിലായ. രാജാവ് സന്തോഷത്തോടെ തലകുലുക്കി. എന്നിട്ടോ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക. മൂന്നാമത്തെ കുട്ടിയുടെ നേരെ നോക്കി. തീസരി ചുപ് ഖടി ഥി. മൂന്നാമത്തോട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. വഹ് ബോലി, അവൾ പറഞ്ഞു, മേ തുമേ ഖാനെ മേ നമക്ക് ജിത്തന പ്യാർ കർത്തി ഹൂ. ഭക്ഷണത്തിൽ ഉപ്പ് എനിക്ക് എത്ര ഇഷ്ടമാണോ അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കഹാനി ലംബി ചൽത്തി ഹെ. കഥ നീണ്ടു പോകുന്നുണ്ട്. പെഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി ആത്ത. ആദ്യം രാജാവിന് ഈ മൂന്നാമത്തെ കുട്ടിയുടെ മറുപടി ഇഷ്ടപ്പെടുന്നില്ല. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, പസന്ത് നഹി ആത്ത. पर कहानी के अंत में वह राजा खाने में तथा जीवन में നമക്ക് കെ മഹത്വ കോ സമജ് ജാത്താ ഹെ. പക്ഷെ കഥയുടെ അവസാനം രാജാവ് ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും ഉപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ്. സമജ് ജാത്താ ഹെ. തബ് അപ്നി ഛോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹെ. തന്റെ ഇളയ മകളുടെ പ്യാർ, സ്നേഹത്തിന്റെ ഗഹരായി, ഡെപ്ത്, അത് മനസ്സിലാക്കുകയാണ് അയാൾ. ഇത് ശരിക്കും ഏത് കഥയാണ്? ഷേക്സ്പിയറിന്റെ കിങ് ലയർ എന്നുള്ള കഥയുടെ ഒരു ഷോർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി തും ധ്യാൻ സെ പഠോ തോ പാവോഗെ കി യഹ് കഹാനി ന തോ രാജാ കി ഹെ ന ഉസ്കി പസന്ത് കി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ കഥ, ഈ നമ്മൾ പറയാൻ പോകുന്ന കഥ ഈ രാജാവിനെ കുറിച്ചല്ല, അയാളുടെ ഇഷ്ടത്തെക്കുറിച്ചല്ല. യഹ് കഹാനി ന ഉസ്കി ബേട്ടിയോ കെ ബാരെ മേ ഹെ ന ഉസ്കെ കഹനെ കെ ബാരെ മേ ഹെ. അവരുടെ മക്കളെ കുറിച്ചുമല്ല, അവർ പറഞ്ഞതിനെ കുറിച്ചുമല്ല. യഹ് നമക് കി കഹാനി ഹെ. ഇത് ഉപ്പിന്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി ഏക് നമക് കി കഹാനി ലിഖി ഥി. മഹാത്മാഗാന്ധിയും ഒരു ഉപ്പിന്റെ കഥ രചിച്ചിരുന്നു. വഹ് കഹാനി ഉനോനെ ബോൽക്കർ നഹി ലിഖി. അത് അദ്ദേഹം പറഞ്ഞെഴുതിയ കഥയല്ല. വഹ് കഹാനി ഉനോനെ ചൽക്കർ ലിഖി ഥി. നടന്ന് എഴുതിയ കഥ. വഹ് കഹാനി ഉനോനെ സൈക്കടോ മീൽ ചൽക്കർ ലിഖി ഥി. ആയിരക്കണക്കിന് മൈൽ, മീൽ എന്ന് പറഞ്ഞ മൈൽ എന്നാണ്, മൈൽ ദൂരം, ഇത്രയും ദൂരം നടന്ന് എഴുതിയ കഥ. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോം നെ ലിഖി ഥി. അത് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ദേശത്തിലെ, അതായത് നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും എഴുതിയ കഥയാണ്. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോ ദ്വാര കി ജാ രഹി അന്ധാധുന്ദ് ലൂട്ട് സെ. അവരെല്ലാവരും നമ്മുടെ ദേശത്ത്, അംഗ്രേസോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ മുഖേന നടന്നു വന്നിരുന്ന അന്ധാധുന്ദ്, അനിയന്ത്രിതമായ ലൂട്ട്, കൊള്ളയ്ക്കെതിരെ ചിന്തിത് ഥേ. അവർ അതിൽ വ്യാകുലരായിരുന്നു. ജോ ഹമാരെ ദേശ് കോ അംഗ്രേസോ കെ ചങ്കുൽ സെ ചുഡാന ചാഹത്തെ ഥേ. അവര് ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നമ്മുടെ ദേശത്തെ, ചങ്കുൽ എന്ന് പറഞ്ഞ പിടിയിൽ നിന്നാണ്, ചുഡാന, മോചിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ജിനോനെ ഭാരത് ദേശ് കോ നയി തരഹ് സെ ചലാനെ കാ സപ്ന ആംഖോ മേ ലിയാ ഥാ. ഭാരതത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുന്നതിനുള്ള സ്വപ്നം അവർ മനസ്സിലേറ്റെടുത്തിരുന്നവരായിരുന്നു അവർ. ഉൻ ദിനോം അംഗ്രേസോം നെ ഭാരത് മേ നമക് പർ ടാക്സ് ലഗ് രഹാ ഥാ. ഇംഗ്ലീഷുകാർ ഭാരതത്തിൽ ഉപ്പിന് നികുതി ചുമത്തിയിരുന്നു, ടാക്സ്. ഇസ്സേ നമക് ബഹുത് മെഹങ്കാ ഹോ ഗയാ ഥാ. ഇത് കാരണം, മെഹങ്ക എന്ന് പറഞ്ഞാൽ വളരെയധികം മൂല്യമുള്ള, കോസ്റ്റ് കൂടിയതായി മാറി ഉപ്പ്. അംഗ്രേസോം നെ ഭാരത് കെ ലോഗോം കോ ഖുദ് നമക് ബനാനെ സെ രോക്ക് രഖാ ഥാ. ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? ഭാരതത്തിലെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വയം ഉപ്പുണ്ടാക്കരുത് എന്ന് രോക്ക് ചെയ്തു. റോക്കന എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. अगर कोई अपने ही समुद्र के पानी से नमक बनाता उसे सजा हो सकती थी. अगर ആരെങ്കിലും സമുദ്രത്തിലെ വെള്ളം ഉപയോഗിച്ച് സ്വയം ഉപ്പുണ്ടാക്കിയാൽ അവർ സസാ ഹോ സക്തി ഥി. സസ എന്ന് പറഞ്ഞാൽ ദണ്ഡ്, ശിക്ഷ ഉണ്ടാവുമായിരുന്നു അവർക്ക്. ഗാന്ധിജി സാലോ പെഹലെ അപ്നെ കുച്ച് സാത്തിയോ കെ സാത്ത്. ഗാന്ധിജി വർഷങ്ങൾക്ക് മുൻപ് അപ്നെ കുച്ച് സാത്തിയോ, തന്റെ കുറച്ച് കൂട്ടുകാരുടെ കൂടെ, അഹമ്മദാബാദ് സെ പൈദൽ ദാണ്ഡി നാം കെ സമുദ്ര കിനാരെ കെ ഗാവ് ചൽപടെ. അഹമ്മദാബാദിൽ നിന്നും പൈദൽ എന്ന് പറഞ്ഞ കാൽനടയായി, ദണ്ഡി എന്നു പേരുള്ള സമുദ്ര കിനാരെ കെ ഗാവ്, സമുദ്ര തീരത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് നടന്നു. വേ വഹാൻ ജാക്കർ സമുദ്ര കെ പാനി സെ ഖുദ് നമക് ബനാക്കർ അംഗ്രേസോ കാ കാലാ കാനൂൻ തോടന ചാഹത്തെ ഥേ. അദ്ദേഹം അവിടെ ചെന്ന് ഈ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി
സ്വയം ഉണ്ടാക്കി ഖുദ് ബനാക്കർ അംഗ്രേസോं का काला कानून ബ്രിട്ടീഷുകാരുടെ കറുത്ത നിയമം കരിനിയമം തോടുന്ന ചാഹത്തെ थे തകർക്കാൻ ആഗ്രഹിച്ചിരുന്നു. गांधी 3 हफ्तों से भी अधिक पैदल चलते रहे. 3 ആഴ്ചയിലധികം നടന്നു. उनके साथ देश भर से लोग आकर जुड़ते गए. लोग എല്ലായിടത്തു നിന്നുള്ള ജനങ്ങൾ അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ വന്നു ചേർന്നു. इस तरह जब वे धंडी पहुंचे उनके साथ हजारों लोग थे जो समुद्र के पानी में खुले नमक को बाहर लाकर अंग्रेजों का कानून तोड़ना चाहते थे. खुले नमक എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഉപ്പ് അത് പുറത്തെടുത്ത് അതായത് വേർതിരിച്ചെടുത്ത് ഈ ബ്രിട്ടീഷുകാരുടെ കരിനിയമത്തെ എതിർക്കാൻ ആഗ്രഹിച്ചിരുന്നവർ. इससे भारत पर अंग्रेजों की पकड़ ढीली पड़ती. पकड़ ढीला पड़ना എന്ന് പറഞ്ഞാൽ അവരുടെ പിടുത്തം ദുർബലമായി. रास्ते में कई गांव पड़े. വഴിയിൽ കുറെ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധിജി അവർ ഉൻകെ സാത്തി ജഹാം ഭി രുക്കത്തെ അവരും ഗാന്ധിജി അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ എവിടെയൊക്കെ നിന്നോ ഗാവ് വാലെ ഉനെ പൂരെ മൻ സെ ഖാന ഖിലാത്തെ. ഖാന ഖിലാന എന്താണ്? ഭക്ഷണം കഴിപ്പിക്കുക. ഗ്രാമവാസികൾ അവർക്ക് നിറഞ്ഞ മനസ്സോടെ ഭക്ഷണം കൊടുത്തു. വേ സഭി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ. രാത് കാട്ടണ എന്നുള്ളത് ഒരു യൂസേജ് ആണ്. അതിന്റെ അർത്ഥം രാത്രി കഴിച്ചു കൂട്ടുകയായിരുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കഴിച്ചു കൂട്ടും രാത്രി, എന്നിട്ട് സുബഹ് ഫിർ ചൽ പड़ते രാവിലെ വീണ്ടും നടക്കും. ദണ്ഡി പहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. ദണ്ഡിയിലെത്തിയപ്പോൾ അവർ സമുദ്രത്തിന്റെ ആകാശം മുട്ടയുള്ള വിസ്താരം കാണുന്നു. ലഹരേ ദിഖി അവിടെയുള്ള തിരകൾ കാണുന്നു. ലഹറോ മേ ചമക്ത സൂരജ് ദിഖ തിരകളിൽ തിളങ്ങുന്ന സൂര്യനെ കാണുന്നു. കിനാരെ കെ ഗഡ്ഢോ മേ നമക് സെ ഗാഡാ ഹുവാ പാനി ഔർ അപ്നെ ആപ് ബനാ നമക് ദിഖ. ഗഡ്ഢോ എന്ന് പറഞ്ഞ കുഴിയാണ്. ആ കുഴികളിൽ തീരത്തിലെ കുഴികളിൽ അവരുണ്ടാക്കിയ നമക്ക് കാണുന്നു. उन सभी को गांधी जी ने यहाँ लाकर पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. അവരെല്ലാവരെയും ഗാന്ധി ഈ ഒരു യാത്രയിൽ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ ദേശത്തെ സ്വതന്ത്രമാക്കാനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു തന്നു. ഹമാരെ ദോസ്ത് और കഹാനിക്കാർ അനന്തമൂർത്തി कहते थे कि അതായത് ലേഖകന്റെ സുഹൃത്തും കഹാനിക്കാരുമായ കഥാകാരനുമായ അനന്തമൂർത്തി പറയുന്നത് എന്തെന്നാൽ जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया उन्होंने देश के आजाद होने का रास्ता खोल दिया. ഗാന്ധിജി സമുദ്ര തീരത്ത് തന്റെ മുഷ്ടിയിൽ ഒരു പിടി നമുക്ക് ഉയർത്തിയപ്പോൾ അദ്ദേഹം ദേശം സ്വതന്ത്രമാവാനുള്ള ഒരു വഴിയാണ് തുറന്നു തന്നത്. ഖോൽന എന്ന് പറഞ്ഞാൽ തുറക്കുക, രാസ്ത വഴി. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आजाद हो गया. 17 വർഷത്തിന് ശേഷം ദേശം തികച്ചും സച്മുച്ച് ആ വഴി കൂടെ തന്നെ ചലിച്ചാണ് സ്വതന്ത്രമായത്. इस कहानी में और भी कई भीतरी घुमाव है. ഈ കഥയിൽ വീണ്ടും ഒരുപാട് സംഭവങ്ങളുണ്ട്. തും വഹ് സബ് ഖുദ് ഖോജോ. നിങ്ങൾ അത് സ്വയം അന്വേഷിക്കൂ. ഖോജോ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കൂ. ഖുദ് യഹ് ഖോജോ കി ഹം കിൻ കിൻ രാസ്തോं से अंग्रेजों के चंगुल से छुड़े थे. നമ്മൾ ഏതൊക്കെ വഴികളിലൂടെയാണ് ഈ ബ്രിട്ടീഷുകാരുടെ പിടുത്തത്തിൽ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്, മോചിതരായത് നിങ്ങൾ കണ്ടുപിടിക്കും.